നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. കടലിൽ വലയിടുന്നതിനിടെ പെട്ട് മത്സ്യത്തൊഴിലാളി മരിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലുള്ള 3 അപ്പാർട്ട്മെന്റിൽ അനാശാസ്യം നടത്തിയ 7 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് ഉപജില്ലാ കായികമേളയുടെ ആദ്യ ഇനങ്ങളായ ക്രിക്കറ്റ്, വോളിബോൾ മത്സരങ്ങൾ വലപ്പാട് GVHSS സ്കൂൾ ഗ്രൗണ്ടിലും TSGA തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിലുമായി ആരംഭിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ പുലിക്കളി ഉപേക്ഷിച്ചു. വാർത്തകൾ വിശദമായി. കടലിൽ വലയിടുന്നതിനിടെ പെട്ട് മത്സ്യത്തൊഴിലാളി മരിച്ചു. കടലിൽ വലയിടുന്നതിനിടയിൽ തിരയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളി മരിച്ചു. നമ്പിക്കടവിൽ താമസിക്കുന്ന പേരോത്ത് ഹൗസിൽ കുമാരൻ മകൻ 52 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. വെള്ളിയാഴ്ച കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലുള്ള 3 അപ്പാർട്ട്മെന്റിൽ അനാശാസ്യം നടത്തിയ 7 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലുള്ള 3 അപ്പാർട്ട്മെന്റിൽ അനാശാസ്യം നടത്തിയ 7 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല എരമംഗലത്ത് മുഹമ്മദ് ഇബ്രാഹിം, ചേർപ്പ് പാർളം അറക്കൽ സലീം, കണ്ടശങ്കടവ് കാരമുക്ക് മച്ചിങ്കൽ രഞ്ജിത്ത് എന്നിവരെയും 4 സ്ത്രീകളെയുമാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എരമംഗലത്ത് മുഹമ്മദ് ഇബ്രാഹിം ചന്തപ്പുരയിൽ നടത്തുന്ന 3 അപ്പാർട്ട്മെന്റിലാണ് അനാശാസ്യം നടത്തിയിരുന്നത്. ഇൻസ്പെക്ടർ BK അരുണിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഇൻസ്പെക്ടർ അരുൺ BK കൂടാതെ SI സെബി, ASI സുമേഷ്, രാജേഷ്, ഗോപകുമാർ, CPOമാരായ ശ്രീകല, ജമേഴ്സൺ, വിനിൽ, വിഷ്ണു എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. വലപ്പാട് ഉപജില്ലാ കായികമേളയുടെ ആദ്യ ഇനങ്ങളായ ക്രിക്കറ്റ്, വോളിബോൾ മത്സരങ്ങൾ വലപ്പാട് GVHSS സ്കൂൾ ഗ്രൗണ്ടിലും TSGA തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിലുമായി ആരംഭിച്ചു. ക്രിക്കറ്റ് മത്സരങ്ങൾ വലപ്പാട് GVHSS സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്നും നാളെയുമായി നടക്കുന്നു. ക്രിക്കറ്റ് മത്സരം വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് തളിക്കുളം BRCയിലെ BPC TV ചിത്രകുമാർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഉപജില്ലയിലെ മുഴുവൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. SDSGA സെക്രട്ടറി KJ പ്രേംകുമാർ മാസ്റ്റർ സ്വാഗതവും ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ കൺവീനർ MP പ്രശാന്ത് മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി. ഈ വർഷത്തിന് നമ്മൾ കുറേ പ്രത്യേകതകളുണ്ട്. കാരണം സ്കൂൾ ഒളിമ്പിക്സ് മാതിരിയാണ് സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിലാണ് കലോത്സവം, നമ്മുടെ കായികോത്സവം നടക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ പുലിക്കളി ഉപേക്ഷിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി അടക്കമുള്ള തൃശൂർ കോർപ്പറേഷൻ എല്ലാ ഓണാഘോഷങ്ങളും ഒഴിവാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടത്താനിരുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കുന്നതിന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചു. മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗ തീരുമാനപ്രകാരമാണ് കോർപ്പറേഷൻ തല ഓണാഘോഷം, ഡിവിഷൻ തല ഓണാഘോഷം, കുമ്മാട്ടി, പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചത്. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി കോർപ്പറേഷൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഓണാഘോഷ പരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് മേയർ അഭ്യർത്ഥിച്ചു. തൃപ്രയാർ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം CPM പഞ്ചായത്ത് ഭരണത്തിൽ നാട്ടികക്കാർക്ക് സ്വപ്നം മാത്രമായി മാറിയെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പൊളിക്കൽ. ഭാവന സമ്പന്നമായ പദ്ധതി വിഭാവനം ചെയ്തത് UDF ഭരണസമിതിയാണ്. ഭരണം മാറി CPM അധികാരത്തിൽ വന്നപ്പോൾ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രഥമ പരിഗണന എന്ന് പ്രഖ്യാപിച്ചു. പ്രഥമ പരിഗണന പ്രഖ്യാപിച്ച പദ്ധതി 4 വർഷം പഞ്ചായത്ത് ഭരണം പൂർത്തിയാകുമ്പോൾ CPM നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു കല്ലുപോലും എടുത്തുവെക്കാൻ സാധിച്ചിട്ടില്ല. ബസ് സ്റ്റാൻഡിലെ നിലവിലെ വ്യാപാരികളെ മുൻകൂട്ടി ഒഴിപ്പിച്ച് കച്ചവടക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുകയും പഞ്ചായത്തിന് ലഭിക്കേണ്ട വാടക വരുമാനം ഇല്ലാതാക്കുകയും ചെയ്ത പഞ്ചായത്ത് ഭരണം ഒരു കാലത്തും മാപ്പറിയിക്കുന്നില്ലെന്നും അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു. കടകൾ ഒഴിപ്പിക്കുന്നത് കൂടാതെ യാത്രക്കാരും വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും ഓട്ടോ തൊഴിലാളികളും ബസ് സ്റ്റാൻഡ് പരിസരത്തെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ആശ്രയിച്ചിരുന്ന ടോയ്ലറ്റ് മാസങ്ങളായി പഞ്ചായത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്.
കൂടാതെ ബസ് സ്റ്റാൻഡിൽ പട്ടികൾ ചത്തുചീഞ്ഞു കിടന്നിട്ട് ദുർഗന്ധം മൂലം വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും പരിസരങ്ങളിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമാണ്. ബസ് സ്റ്റാൻഡിലെ കോൺക്രീറ്റ് കമ്പികൾ പുറത്തു വന്ന് യാത്രക്കാർക്ക് സ്ഥിരമായി പരിക്കുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. വേണ്ടപ്പെട്ട അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നുമില്ല. ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ AM സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, PK നന്ദൻ, CS മണികണ്ഠൻ, PC ജയപാലൻ, പ്രിയം സുബ്രഹ്മണ്യൻ, AK വാസവൻ, റീന പത്മനാഭൻ, മധു അന്തിക്കാട്ട്, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൽ വിവിധ മെമ്പർമാരും ധർണയ്ക്ക് നേതൃത്വം നൽകി. ആ പത്രസമ്മേളനം നടത്തിയിട്ട് എത്ര നാളുകളാണ് പിന്നിടാൻ പോകുന്നത്? ദിവസങ്ങളും അതുപോലെ തന്നെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. ഇനി കൃത്യം പറഞ്ഞാൽ 1 വർഷം മാത്രമേ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിക്കായി ശേഷിക്കുന്നുള്ളൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL, കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താ നേരം തുടരുന്നു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ഇനി പൂർണ്ണമായും CCTV നിരീക്ഷണത്തിൽ. ഹോൺമേക്കർ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് CCTVകൾ സ്ഥാപിച്ചത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി 4 ലക്ഷം രൂപയോളം ചിലവിട്ടാണ് അത്യന്താധുനിക സംവിധാനമുള്ള 17 ക്യാമറകൾ വെച്ചിട്ടുള്ളത്. സ്കൂൾ അങ്കണം, മൈതാനം, റോഡുകൾ എന്നിവ CCTVയുടെ നിരീക്ഷണത്തിലാകും. PT ടൈസൺ MLA CCTVയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ഹോൺമേക്കർ ഗ്രൂപ്പ് CEO PB സൈനുദ്ദീൻ മുഖ്യാതിഥിയായി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, വാർഡ് മെമ്പർ KS അനിൽകുമാർ, PTA പ്രസിഡന്റ് CV അബ്ദുൾ സമത്ത്, പ്രിൻസിപ്പൽ P ഇന്ദു, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ, പ്രധാന അധ്യാപിക NS ഷീബ, ഹൊസാക് പ്രസിഡന്റ് MCM താജുദ്ദീൻ, PA മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് SN ട്രസ്റ്റ് HSS നാട്ടിക ചാമ്പ്യന്മാർ. തൃപ്പയാർ TSA ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ച തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 104 പോയിന്റ് നേടി SN സ്കൂൾ റെസ്ലിംഗ് ക്ലബ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 88 പോയിന്റ് നേടിയ ഇരുമപ്പെട്ടി ബെരേറ്റ റെസ്ലിംഗ് ക്ലബ് 2ാം സ്ഥാനവും 83 പോയിന്റ് നേടിയ ചാഴൂർ റെസ്ലിംഗ് ക്ലബ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്ഥാനത്ത് IPS തലത്തിൽ വൻ അഴിച്ചുപണി. തൃശൂർ റേഞ്ച് DIG ആയി തോംസൺ ജോസ് നിയമിതനായി. കണ്ണൂർ റേഞ്ച് DIG ആയിരുന്ന തോംസൺ ജോസ് തുടർന്നും കണ്ണൂർ റേഞ്ചിന്റെ ചുമതല വഹിക്കും. സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പൊതുവിൽ എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശിയായ തോംസൺ ജോസ് ആദ്യമായാണ് തൃശൂർ ജില്ലയിൽ ചുമതല ഏൽക്കുന്നത്. തൃശൂർ DIG ആയിരുന്ന അജിത ബീഗത്തെ തിരുവനന്തപുരം DIG ആയി നിയമിച്ചു. ബെവ്കോ MD ആയി IG ഹർഷിത അട്ടല്ലൂരിനെ നിയമിച്ചു. ആദ്യമായാണ് ബെവ്കോയുടെ തലപ്പത്ത് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ വരുന്നത്. ഗതാഗത കമ്മീഷണറായിരുന്ന ADGPS ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. പുതിയ ഗതാഗത കമ്മീഷണറായി IGA അക്ബറിനെ നിയമിച്ചു. IGCH നാഗരാജുവിനെ ക്രൈംബ്രാഞ്ച് IG ആയി നിയമിച്ചു. DIG ജയനാഥിനെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആയി നിയമിച്ചിട്ടുണ്ട്. വലപ്പാട് ഉപജില്ലാ ഗെയിംസ് വോളിബോൾ മത്സരങ്ങൾക്ക് തുടക്കമായി. വലപ്പാട് ഉപജില്ലാ ഗെയിംസ് മത്സരങ്ങളുടെ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൃപ്പയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു.
വോളിബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം തൃപ്പയാർ TSGA ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ നിർവഹിച്ചു. വലപ്പാട് ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ജനറൽ സെക്രട്ടറി പ്രേംകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വോളിബോൾ ജോയിന്റ് സെക്രട്ടറി തൊട്ടാരത്ത് ദില്ലി രത്നം മുഖ്യാതിഥിയായിരുന്നു. ദേശീയ വോളിബോൾ കോച്ച് PC രവി മാസ്റ്റർ, ദേശീയ വോളിബോൾ റഫറിമാരായ മണികണ്ഠലാൽ TV, അനിൽകുമാർ CA എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വോളിബോൾ കൺവീനർ TN സിജിൽ സ്വാഗതവും ഉപജില്ലാ IT കോർഡിനേറ്റർ ബബിൻനാഥ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതി ഇരിഞ്ഞാലക്കുട പോലീസിന്റെ പിടിയിലായി. വിദേശ രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതി ഇരിഞ്ഞാലക്കുട പോലീസിന്റെ പിടിയിലായി. വിദേശ രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതി പോലീസിന്റെ പിടിയിലായി. ഇരിഞ്ഞാലക്കുടയിൽ പ്രവർത്തിച്ചു വരുന്ന ബ്ലൂ മിസ്റ്റി കൺസൾട്ടൻസി വഴി വിദേശ രാജ്യങ്ങളായ അയർലൻഡ്, പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ ഔറ്റത്തൂർ സ്വദേശിയായ ചോളിപ്പറമ്പിൽ സിനോബിനെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർമാരായ അജിത് K, ക്ലീറ്റസ് CM, ASI സുനിത, ഷീജ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനുലാൽ, ഫഹദ്, CPO ലൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇയാൾക്കെതിരെ കൊടുങ്ങല്ലൂർ, മാള, ചാലക്കുടി തുടങ്ങിയ സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും ATM കാർഡും സ്വർണ്ണാഭരണവും മോഷ്ടിച്ച് കടന്ന ഹോം നേഴ്സ് അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുടയിൽ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും ATM കാർഡും സ്വർണ്ണാഭരണവും മോഷ്ടിച്ചു കടന്ന ഹോം നേഴ്സ് അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുട കാരുകുളങ്ങരയിൽ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും 3 പവൻ വരുന്ന സ്വർണ്ണമാലയും ATM കാർഡും മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. പാലക്കാട് ജില്ലയിൽ കോട്ടായി ദേശത്ത് താമസിക്കുന്ന ചമ്പക്കുളം ശിവന്റെ ഭാര്യ സാമയെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ അനീഷ് കരീമിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘത്തിൽ SI അജിത്, റൂറൽ വനിതാ SI സൗമ്യ, SIമാരായ ഷീജ, സുനിത, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സ്വപ്ന എന്നിവരും ഉണ്ടായിരുന്നു. JFCM കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസിലെ പ്രതി ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിലായിരുന്നു സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി. 20ഓളം കേസിൽ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി ഷിബു S നായരാണ് പിടിയിലായത്. ഷിബുവിന്റെ ബൈക്ക് ആമ്പല്ലൂർ സിഗ്നലിന് നിർത്തിയിട്ട കാറിൽ ഇടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പരിക്കേറ്റ ഷിബുവിനെ കൂടന്നൂർ ആംബുലൻസിൽ കയറ്റി അയച്ചു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം അതേ ആംബുലൻസിൽ ഇയാൾ സംഭവ സ്ഥലത്തെത്തി. നേഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഇയാൾ ആംബുലൻസിൽ തിരികെ എത്തിച്ചേർന്നത്. ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ ഊരിപ്പിടിച്ച കത്തിയുമായി പ്രതി നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. ഇതിനിടെ സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോൽ പ്രതി കൈക്കലാക്കി. സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് അക്രമശക്തനായ യുവാവിനെ പിടികൂടുകയായിരുന്നു. പരിക്കേറ്റ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പെരിഞ്ഞനത്ത് പെയിന്റിംഗ് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. പെരിഞ്ഞനത്ത് പെയിന്റിംഗ് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. പെരിഞ്ഞനം ഫെസ്റ്റിൽ പെയിന്റിംഗ് തൊഴിലാളി ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ചു. കയ്പമംഗലം അറവുശാല സലാമത്ത് വളവ് സ്വദേശി ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ താമസക്കാരനുമായ പുഴങ്കരയിലെത്ത് അടിമക്കുഞ്ഞിയുടെ മകൻ 42 വയസ്സുള്ള സുധീറാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. പെരിഞ്ഞനം വെസ്റ്റ് NJM ഓഡിറ്റോറിയത്തിന് തെക്ക് വശം നെടുമ്പറമ്പിനടുത്തുള്ള ഒരു വീട്ടിൽ പെയിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപകടമുണ്ടായത്. പ്രഷർ പമ്പിൽ നിന്നുമാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടലിൽ വലയിടുന്നതിനിടെ പെട്ട് മത്സ്യത്തൊഴിലാളി മരിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലുള്ള 3 അപ്പാർട്ട്മെന്റിൽ അനാശാസ്യം നടത്തിയ 7 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് ഉപജില്ലാ കായികമേളയുടെ ആദ്യ ഇനങ്ങളായ ക്രിക്കറ്റ്, വോളിബോൾ മത്സരങ്ങൾ വലപ്പാട് GVHSS സ്കൂൾ ഗ്രൗണ്ടിലും TSGA തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിലുമായി ആരംഭിച്ചു.
വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ പുലിക്കളി ഉപേക്ഷിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.